നമസ്കാരം. CPM-ന്റെ കമ്മികൾ വെറും പൊട്ടന്മാരാണെന്ന് ഇന്നലത്തോടെ മനസ്സിലായി. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി റഹീം എത്തിയതോടെയാണ് CPM-ന് കഷ്ടകാലം തുടങ്ങിയത്. എന്തായാലും അധികാരം നഷ്ടപ്പെടുമെന്ന് മനസ്സിലായതോടുകൂടി CPM നേതാക്കന്മാർ ഇപ്പോൾ മാരേജ് ബ്യൂറോ തുടങ്ങിയിരിക്കുകയാണ്. നേരത്തെ വേടന്റെ കല്യാണം നടത്തിക്കൊടുത്തു, ഇപ്പോൾ മൊണാലിസയുടെ കല്യാണം CPM നടത്തുകയാണ്. CPM-നെ സംബന്ധിച്ച് സ്വന്തമായി കോടതിയും പോലീസും ഒക്കെ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഈ എട്ടുമുട്ടും തിരിയാത്ത ഒരു പെൺകുട്ടിയെ ഒരു ജിഹാദിക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അതിന് ചുക്കാൻ പിടിച്ചതാകട്ടെ MV ഗോവിന്ദനും ശിവൻകുട്ടിയും റഹീമും. ചുരുക്കം പറഞ്ഞാൽ 3 പേർക്കും കൂടി ജയിലിൽ കടന്ന് ഉണ്ട തിന്നാനുള്ള വകുപ്പുകൾ അവർ തന്നെ സ്വയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതായത് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം മൊണാലിസ ജനിച്ചത് 21 ജനുവരി 2009 അപ്പോൾ പ്രായം എത്ര? 17 വയസ്സും 1.25 മാസവും. എന്ന് വെച്ചാൽ ബാലവിവാഹം എന്നർത്ഥം. ശൈശവ വിവാഹ നിരോധന നിയമം 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006 പ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 18ഉം ആൺകുട്ടികളുടേത് 21ഉമാണ്. ഇതിൽ താഴെയുള്ള വിവാഹങ്ങൾ ശിക്ഷാർഹവും നിയമവിരുദ്ധവുമാണ്. ശൈശവവിവാഹം നടത്തുന്നവർക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും കാർമ്മികത്വം വഹിക്കുന്നവർക്കും കഠിന തടവും പിഴയും ലഭിക്കും. കുംഭമേളയിലെ വൈറൽ സുന്ദരി മൊണാലിസ ബ്ലോസയും കാമുകൻ ഫൊർമാൻ ഖാനും തമ്മിലുള്ള വിവാഹം പൂവാർ അരുമാനൂർ നൈനാർ ക്ഷേത്രത്തിലാണ് നടന്നത്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മന്ത്രി V ശിവൻകുട്ടിയും ജില്ലാ സെക്രട്ടറി AA റഹീം എന്നിവർ ഉൾപ്പെടെ നൂറുകണക്കിന് കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ സാന്നിധ്യത്തിലാണ് വിവാഹ ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിന് പുറത്തുള്ള ഗുരുമന്ദിരത്തിൽ വെച്ചായിരുന്നു വിവാഹം നടന്നത്. വീട്ടുകാർ പോലും ഈ കല്യാണത്തിന് താല്പര്യം പ്രകടിപ്പിക്കാത്തത് കൊണ്ടാണ് എന്ത് തോന്നിവാസവും കേരളത്തിൽ നടക്കും. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും കേരളത്തിലെത്തി കല്യാണം കഴിച്ചത്. ഏറി വന്നാൽ ഒരു 10-18 വയസ്സ് മാത്രം കാണും. അതായത് ബോധമില്ലാത്ത പ്രായത്തിൽ ആ കൊച്ചു കാണിക്കുന്ന ഒരു മണ്ടത്തരത്തിനെയാണ് ഇങ്ങനെ സഖാക്കന്മാരൊക്കെ ചേർന്ന് രാഷ്ട്രീയ നറേറ്റീവായി ആഘോഷിക്കുന്നത്. എന്നിട്ടാണ് ഇതാണ് കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ കൊട്ടി ആഘോഷിക്കുന്നത്. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക്. പ്രണയം, ആകർഷണം, സ്വാതന്ത്ര്യത്തിനോടുള്ള താല്പര്യമൊക്കെ കൂടുതലായി വന്നു ചേരുന്ന പ്രായമാണ്. വകത്തിരി വന്നത് ലേശം ഈ പ്രായത്തിലുണ്ടാകില്ല. അങ്ങനെ ഒരു പ്രായത്തിൽ ആ പെൺകുട്ടി തൻ്റെ ജീവിതത്തെക്കുറിച്ച് എടുത്തു ചാടിയെടുത്ത ഒരു തീരുമാനത്തെ എന്തോ വലിയ സാമൂഹ്യ രാഷ്ട്രീയ സംഭവം എന്ന പോലെ അവതരിപ്പിച്ച് ഇതാണ് റിയൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കാൻ ഈ കമ്മികൾക്ക് നാണമില്ലേ? അറിയാത്തത് കൊണ്ട് ഒരു കാര്യം ചോദിക്കുക, ഈ കമ്മികൾക്ക് മുഴു ഭ്രാന്താണ്. എന്നാൽ മൊണാലിസയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ താൻ ജീവിച്ചിരിക്കില്ല എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതായത് മൊണാലിസ ഭാവിയിൽ ഏതെങ്കിലും തരത്തിൽ വല്ല തീവ്രവാദത്തിലേക്കോ സിറിയയിലേക്കോ പോയാൽ, അല്ലെങ്കിൽ മൊണാലിസയുടെ ജീവിതം ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദി CPM നേതാക്കളും ഗോവിന്ദനും മന്ത്രി ശിവൻകുട്ടിയും റഹീമും ഒക്കെ ആയിരിക്കുമെന്ന് സാരം. കാരണം കല്യാണം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് മൊണാലിസ നേരെ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നു. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ ഇതിലേക്ക് ഉൾപ്പെടുത്തുന്നു. അവരിതിനെ ഒരു കേരള സ്റ്റോറി ആക്കുന്നു. ഇതൊരു ഇലക്ഷൻ തന്ത്രമായിട്ട് മാറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ എന്ത് വട്ടത്തരവും കാണിക്കാം, അല്ലെങ്കിൽ എന്ത് ഭ്രാന്തും കാണിക്കാം എന്നതാണ് ഈ CPM ഇവിടെ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്നത്. ഇവർ എന്തെങ്കിലുമൊക്കെ വലിച്ചു കയറ്റിയിട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ഈ വെട്ടിത്തരം കാണിച്ചു വയ്ക്കുന്നത്. മന്ത്രി എന്ന നിലയിൽ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിക്ക് വിവരവുമില്ല, വിദ്യാഭ്യാസവുമില്ല. അത് പണ്ടേ മനസ്സിലായ സാധനമാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല തകർന്നിരിക്കുന്നത്. റഹീമും അത് തന്നെയാണ്, MV ഗോവിന്ദനും അത് തന്നെയാണ്. അത് പലതരത്തിൽ പാർട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയണമെങ്കിൽ അത് വ്യക്തമായി തന്നെ പറയണം, അല്ലാതെ വാലും തുമ്പുമില്ലാതെ ചുക്കും ചുണ്ണാമ്പുമില്ലാതെ വല്ലതും വിളിച്ച് പറയരുതെന്ന് പാർട്ടിയിലെ വിവരമുള്ള കുറച്ച് മുതിർന്ന നേതാക്കളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 3 ഘടകന്മാരും ഒന്നിനൊത്ത തുല്യം തന്നെയാണ് എന്ന് ഇന്നലത്തോടു കൂടി മനസ്സിലായി. ഇനി ഈ ശൈശവ വിവാഹ നിയമപ്രകാരമൊക്കെ ഇതിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്.